സർഫെക്സൽ അല്ലെങ്കിൽ ഹാഷ്ടാഗ് ബാൻ യൂണിലിവർ എന്ന് പറയുന്നതെല്ലാം വന്ന് ഹാഷ്ടാഗ് ബാൻ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് വരെയായി. നമസ്കാരം, എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ടെക്നോളജി വീഡിയോ ഒന്നുമല്ല, ഇത് എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്. അതായത് ഞാനിത് പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്, അല്ലെങ്കിൽ ഒരു ടെക്നോളജി ചാനൽ എന്തിന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇത് കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യം. ഒരു സോപ്പ് പൊടി എങ്ങനെ ഒരു ടെക്നോളജിയിലേക്ക് കയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനിലൂടെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സർഫെക്സൽ എന്ന് പറഞ്ഞ ഒരു യൂണിലിവറിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു സോപ്പ് പൊടി. ആ സോപ്പ് പൊടിയുടെ ഒരു പരസ്യം വന്നിരുന്നു. ആ ഒരു പരസ്യം വന്നതിന് ശേഷം ഒരുപാട് പരാമർശങ്ങൾ വന്നിരുന്നു. ആൻറ്റി ഹിന്ദു അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാമർശം വന്നിരുന്നു. ആ പരാമർശങ്ങളെല്ലാം ഈ ഒരു പരാമർശത്തിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് കയറിയ സമയത്ത് ഹാഷ്ടാഗുകളായി. അതായത് ഹാഷ്ടാഗ് ബാൻ യൂണിലിവർ, ഹാഷ്ടാഗ് ബാൻ സർഫെക്സൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളായി. അത് ഒരുപാട് രീതിയിൽ പ്രചരിച്ചു, ഒരുപാട് രീതിയിൽ പ്രചരിച്ചു. ഇതിൽ എങ്ങനെയാണ് ഇത് ഞാൻ പറയുന്നത്, ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു പാർട്ടീനെ അനുകൂലിച്ചിട്ടോ അല്ലെങ്കിൽ ആ പാർട്ടീനെ എതിർത്തോ പറയുന്നതൊന്നുമല്ല. ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല. എൻ്റെ ചാനൽ എല്ലാവരും എനിക്ക് ഒരേപോലെയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തുള്ള സത്യമായ കാര്യം പറയുകയാണ്. ഇത് ഞാൻ പാർട്ടീനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഞാനിത് ഇതിൻ്റെ അകത്തുണ്ടായ ഒരു സോഷ്യൽ അവയർനെസ് ഇല്ലായ്മയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഹാഷ്ടാഗ് ബാൻ സർഫെക്സൽ അല്ലെങ്കിൽ ഹാഷ്ടാഗ് ബാൻ യൂണിലിവർ എന്ന് പറയുന്നതെല്ലാം വന്ന് ഹാഷ്ടാഗ് ബാൻ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് വരെയായി. അതായത് ടെക്നോളജിയെക്കുറിച്ച് അല്പം ഒരു അത്യാവശ്യം ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ LKG UKG നല്ലോണം പഠിച്ച, അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ കമ്പ്യൂട്ടർ ക്ലാസ് ഒരു വട്ടമെങ്കിലും ക്ലാസ്സിന് ഇരുന്നിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഇതിപ്പോൾ കോമഡി ആയിട്ട് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ്. ഈ എക്സൽ രണ്ടിലും ഉള്ളത് അല്ലെങ്കിൽ രണ്ടിലും എക്സൽ എന്ന വേർഡ് ഉള്ളതാണ് ഇവിടെ പറ്റിയ പ്രശ്നം. ഒരു സോപ്പ് പൊടി ഒരു പരസ്യം ഇറക്കിയതിന് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിഞ്ഞൂടാ. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ എടുത്തിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കിടക്കുന്ന റിവ്യൂ മൊത്തം നോക്കിയാൽ നിങ്ങൾ ചിരിച്ച് മണ്ണ് തപ്പും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് പറഞ്ഞേക്കുന്നത്, ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിരുന്നു, ഇത് ആൻറ്റി ഹിന്ദു ആപ്ലിക്കേഷൻ ആയതിനു ശേഷം ഞാനിതിനെ അൺഇൻസ്റ്റാൾ ചെയ്തു, ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇത് വെറും വൃത്തികെട്ട ആപ്ലിക്കേഷനാണ്, അതായത് ആൻറ്റി ഹിന്ദു ആപ്ലിക്കേഷനാണ്, ഇന്ത്യക്കാരെ എല്ലാം അടിയുണ്ടാക്കിപ്പിക്കാനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇറങ്ങിയത്. ഇതിൻ്റെ മൈക്രോസോഫ്റ്റ് ഇതൊക്കെ അറിഞ്ഞാൽ നെഞ്ചടിച്ച് ചാവും. കാരണം മൈക്രോസോഫ്റ്റ് ഒന്നും അറിഞ്ഞിട്ട് പോലും കാണൂല. ഇതെന്താണ് ഒരു പിടിയും ഇല്ലാണ്ട് രാവിലെ എണീറ്റപ്പോൾ അവരുടെ കമൻസിൽ മൊത്തവും ഇതൊക്കെ ആൻറ്റി ഹിന്ദു എന്നൊക്കെ കിടക്കുന്നു. ഇതാണ് സംഭവം. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ അവയർനെസ്സും വിവരവും ഇല്ലാത്തതിൻ്റെയാണ് ഈ കാണുന്നതൊക്കെ. ഇത് പോസ്റ്റ് ഇട്ടതൊക്കെ ഓക്കെ, അല്ലെങ്കിൽ ഈ ഹാഷ്ടാഗ് ബാൻ സർഫെക്സൽ എന്നൊക്കെ ഇട്ടതൊക്കെ ഓക്കെ, പക്ഷേ എക്സൽ എന്ന വാക്കായിരിക്കും അല്ലെങ്കിൽ എക്സൽ എന്ന ഒരു വാക്കായിരിക്കും അവരുടെ മൈൻഡിൽ പെട്ടെന്ന് കയറിയത്. ഈ സർഫെക്സൽ എന്ന് പറയുന്ന സാധനം എന്തോന്ന് പോലും അറിഞ്ഞൂടായിരിക്കും, അതായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. കാരണം എക്സൽ എന്ന് പറഞ്ഞ വാക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ചിയാണ്. അതുകൊണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഏവനോ വാട്സപ്പ് എന്തോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കയറിയ സമയത്ത് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് കിടന്ന് കാണും. ഉടനെ എടുത്ത് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു, ഹാഷ്ടാഗ് ബാൻ മൈക്രോസോഫ്റ്റ് എക്സൽ. ഇതിൽ ഞാൻ ഒരു പാർട്ടീനെ അല്ലെങ്കിൽ ഞാൻ അടിയുണ്ടാക്കിപ്പിക്കാനൊന്നും വന്നതല്ല. ഞാൻ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ അവയർനെസ് ഇല്ലാണ്ട് എടുത്തു ചാടി വാലും തുമ്പും കേൾക്കുന്നതിന് മുന്നേ എടുത്തു ചാടി പോസ്റ്റ് ഇടുക, എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ സമൂഹം എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടിനെ നാണം കെടുത്തുന്നത്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യനെ നാണം കെടുത്തുന്നത്. ഇന്ത്യക്കാരുടെ വില, ഇന്ത്യക്കാർ എത്രയോ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെയും ഇന്ത്യക്കാരെയും ഒരുപാട് അഭിമാനിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് ഒരുപാട് അഭിമാനിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കാരണം ഏതൊരു ഫീൽഡിലായാലും ഇന്ത്യക്കാർ തിളങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ തിളങ്ങി നിൽക്കുന്നത് പോലെ വേറെ ആരും തിളങ്ങിയിട്ടില്ല. അവിടെ നിന്ന് തന്നെ, ആ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇത്രയും ചീപ്പായിട്ടുള്ളതും ഇത്രയും വിവരമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് പല രാജ്യങ്ങളും അല്ലെങ്കിൽ പലർക്കും തന്നെ ഇന്ത്യയോടുള്ള ഒരു ബഹുമാനം, ആ ഒരു വില തന്നെ നമ്മളായിട്ട് കളയാണ്. ഇത് സിംപ്ലി വിവരമില്ലായ്മ എന്നുള്ളതാണ്. ഒരു മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന സാധനം ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് ആരാണുള്ളത്? ഈ പരസ്യവും കണ്ടിട്ടില്ല, ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്നും കണ്ടിട്ടില്ല. ഏവനോ ഒരു എക്സൽ എന്നുള്ളൊരു ഹാഷ്ടാഗ് ഇട്ടു, ഉടനെ അവനും എക്സൽ എന്ന ഹാഷ്ടാഗ് ഇട്ടു, അതിൻ്റെ മുമ്പിൽ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് മാത്രം. ഇതാണ് സംഭവം.
അപ്പോൾ നമ്മൾ മലയാളികൾ ആരും ഇതുവരെ അതങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഇത് നോർത്ത് ഇന്ത്യൻ ആ ഒരു അങ്ങോട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള സോഷ്യൽ അവെയർനെസ് ഇല്ലാണ്ട് ഒരു പാവപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആരും ഡൗൺലോഡ് ചെയ്യാണ്ട് പലരും അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. അതിൻ്റെ തലയിൽ കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം വെച്ചത് വളരെ നല്ല കോമഡി സീനാണ്. അപ്പോൾ നിങ്ങളിത് കേട്ട സമയത്ത് നിങ്ങൾക്ക് വളരെ കോമഡി ആയിട്ട് തോന്നി കാണും. ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ എന്തൊരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു ടോപ്പിക്ക് അറിഞ്ഞു കഴിഞ്ഞാലും അതിനെക്കുറിച്ചിട്ട് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. എന്നിട്ട് പ്രതികരിക്കുക. അല്ലാണ്ട് എടുത്ത് ചാടി പ്രതികരിച്ച് കഴിഞ്ഞാൽ നാണം കെട്ട് പണ്ടാരടങ്ങത്തേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. വേറെ ഒന്നുമില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് സോഷ്യൽ അവെയർനെസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. നിങ്ങളാരും ഇതേപോലെ ചെയ്യരുത്. നിങ്ങളിതിനെ 4 പേർക്ക് പറഞ്ഞു കൊടുത്താലും അതങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് തെറ്റിദ്ധരിച്ച് ആരും എന്നെ ഹെയ്റ്റ് ചെയ്യാനോ എന്നെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാനോ വരരുത്. ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാനാണ്. പലർക്കും ഈ ഒരു കാര്യം അറിയത്തില്ല. സർഫ് എക്സലും മൈക്രോസോഫ്റ്റ് എക്സലും ചിലപ്പോൾ ഈ #, മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് ആദ്യം കാണുന്ന ഒരാൾ വിചാരിക്കും അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം, അത് ആൻറ്റി ഹിന്ദു ആപ്ലിക്കേഷൻ ആണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാണ്ടിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ക്ഷമിക്കുക. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു ടെക്നോളജി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു. പിന്നെ മണി ഒന്ന് അമർത്തിയേക്കണേ. വലിയ ഉപയോഗമൊന്നുമില്ല, എന്നാലും അമർത്തിക്കൂ.